അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ, മനസ്സിൻ മുറിവുകൾ നീങ്ങട്ടെ, തിരുരക്തം ഒഴുകട്ടെ. എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ, എന്നാത്മാവിൽ തൊടേണമേ, ആശ്വാസം നീ പകരണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ, നിൻകരം നീട്ടി നീ എന്നെ തൊടേണമേ. അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ, അത്ഭുതങ്ങളുടെ രാജാവേ നസ്രായൻ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഈശോ ഈ പ്രലോഭനത്തെ അതിജീവിച്ചു. ഈശോ ഈ പ്രലോഭനങ്ങളെ അതിജീവിച്ചു. എങ്ങനെയാ ഈശോ ഈ സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിച്ചത്? വചനം പഠിപ്പിക്കുന്നു, ഈശോ ആരാണെന്നുള്ള ഒരു അറിവ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. ഈശോ ആരാണെന്നുള്ള അറിവ് ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈശോയുടെ സാത്താൻ പറഞ്ഞു, ഈ കല്ലുകളെ നീ അപ്പമാക്കുക. ഈശോ എന്താ പറയുന്നതെന്നറിയോ? ഈശോ എന്താ ഉത്തരം പറഞ്ഞ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ലോ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയുടെ മുമ്പിൽ ചെകുത്താൻ കൊടുക്കുന്ന സാധ്യതകൾക്ക് മുമ്പിൽ ഈശോ വചനം പറഞ്ഞു. ഈശോ എന്തു പറഞ്ഞു? വചനം പറഞ്ഞു. വചനം പറയുന്നിടത്ത് എന്ത് സംഭവിക്കും? പിശാച് ദൂരെ പോകും. പ്രലോഭനങ്ങളെ ആർക്കെങ്കിലും എതിർത്ത് തോൽപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വചനം പഠിക്കുക, ബൈബിൾ പഠിക്കുക. തിരുവചനം ഉപയോഗിച്ച് പറഞ്ഞാൽ സാത്താൻ വ്യക്തികളിൽ നിന്ന് ദൂരെ പോകും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ഒരു കോമിക് പുസ്തകം, ഒരു നോവൽ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചടപടാ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കും. ബൈബിൾ തുറക്കുമ്പം തന്നെ അല്ലേ, ആകപ്പാടെ ഒരു അസ്വസ്ഥത, ശരീരത്തിനൊരു നീർക്കെട്ട്, ആകപ്പാടെ ഒരു ബോറനടി അല്ലേ. കാരണം എന്താണെന്നറിയോ? നല്ലത് ചെയ്യാൻ പിശാച് സമ്മതിക്കുകയല്ല. പ്രിയപ്പെട്ടവരെ, വേറെ ഒരു കോമിക് പുസ്തകമോ നോവലൊക്കെ ആണെങ്കിൽ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ മണിക്കൂറുകൾ കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കാതെ വായിക്കത്തില്ല, വായിക്കും ഉറപ്പാ. പക്ഷെ ബൈബിളൊക്കെ തുറക്കുമ്പോൾ ആകപ്പാടെ നമുക്കൊരരിശം അല്ലേ. ഇത്രയുള്ള ഈ പുസ്തകം ഇതുവരെ ആയിട്ട് വായിക്കാത്ത മനുഷ്യർ നമ്മളിൽ പലരും. മോശമല്ലേ? അതുകൊണ്ട് ഇന്ന് തൊട്ട് വായിക്കാൻ തുടങ്ങണം കേട്ടോ. നോമ്പ് കാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഒരു നന്മ അത് തന്നെയാണ്. ഉൽപ്പത്തി മുതൽ കുത്തിയിരുന്ന് വായിക്കുക. സമയമുണ്ട്, സമയമില്ലാഞ്ഞിട്ടല്ല, നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാ, ശ്രമിച്ചാൽ നടക്കും. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വചനം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വചനം പറഞ്ഞാൽ പിശാച് പോകും. ഈശോയുടെ മുമ്പിൽ കൊടുക്കുന്ന ആദ്യത്തെ ഈ പ്രലോഭനത്തിന് സാധ്യതയെ ഈശോ ചെറുത്ത് തോൽപ്പിക്കുന്നത് വചനം പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും ഇഷ്ടം പോലെ ആളുകളുണ്ടല്ലോ ഇന്ന് വചനം പറഞ്ഞുകൊണ്ടുണ്ട് അല്ലേ. കത്തോലിക്ക സഭയിൽ നിന്നൊക്കെ മാറിപ്പോയ പല ഗ്രൂപ്പുകളും, ഇഷ്ടംപോലെ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നുണ്ടാകുന്ന ഗ്രൂപ്പുകൾക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? നമുക്ക് ബൈബിൾ അറിയത്തില്ല. ഇന്ന് രാവിലെ ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, കേരളത്തിൽ, ഈ സഹോദരി രാജസ്ഥാനിൽ നിന്ന് എന്നെ വിളിച്ചത്. അപ്പോൾ കേരളത്തിൽ നിന്ന് രാജസ്ഥാനിലേക്കൊരു ഫോൺ കോൾ പോയിരിക്കുക. ഈ സഹോദരിയുടെ സുഹൃത്തായിട്ടുള്ള ഒരു കുടുംബത്തിൽ അംഗം വിളിച്ചു പറഞ്ഞിരിക്കുന്നു, നമ്മുടെ അവിടെ ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഈശോ വീണ്ടും വരുന്നു, അതുകൊണ്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് എന്നിട്ട് പറയുന്നു, ഇപ്പോഴുള്ള ബൈബിൾ അല്ല ശരി, വേറെ ചില ബൈബിളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങി കുറേ അധികം പുതിയ കാര്യങ്ങൾ എല്ലാം കേട്ടിട്ട് ഈ സഹോദരിക്ക് അസ്വസ്ഥതയായിട്ട് എന്നെ വിളിച്ചതാ, പരിചയമുള്ളത് കൊണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കും, അച്ഛാ, ഈ പറഞ്ഞതൊക്കെ ശരിയാണോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിച്ചു, ബൈബിളിൽ എന്തു പറയുന്നു? അയ്യോ, ഞാൻ അച്ഛാ ബൈബിൾ വായിച്ചിട്ടില്ല. ആദ്യം ബൈബിൾ വായിക്കുക.
പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും നിങ്ങളുള്ള ഓഫീസിലും നിങ്ങൾ പോകുന്ന വഴികളിലൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ പറയുമ്പോൾ കൊള്ളാമല്ലോ, അങ്ങോട്ട് പോയേക്കാം അല്ലേ. കുറേ നാൾ നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്കടുത്ത് പെട്ടകം ഉണ്ടാക്കാൻ വേണ്ടി ഓടുമായിരുന്നു, ഇപ്പം പിന്നെ അത് പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഓരോരോ വഴികളിലൂടെ ഓരോരോ രീതികളിലൂടെ മനുഷ്യൻ ഓടുമ്പോൾ മനസ്സിലാക്കണം, നമ്മുടെ അജ്ഞത കൊണ്ടാണ്, നമ്മുടെ അറിവുകേട് കൊണ്ടാണ്. നമ്മുടെ അറിവുകേടാണ് മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നത്. ബൈബിൾ വചനം പറഞ്ഞാൽ സാത്താൻ ദൂരെ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ബൈബിൾ വായിക്കാനും ബൈബിൾ പഠിക്കാനും ശ്രമിച്ചാൽ തന്നെ കുറേ അധികം അനുഗ്രഹം കിട്ടും. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും വീടുകളിലൊക്കെ പല പല സാക്ഷിക്കാരും പല പല പുതുജീവൻകാരും അല്ലേ, വെള്ളത്തിൽ മുങ്ങി രക്ഷപ്പെടുത്തുന്നവരൊക്കെ ഇപ്പം ഇടിച്ചു കയറുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലൊക്കെ ഇപ്രകാരം ഇങ്ങനെയുള്ള ചില ഗ്രൂപ്പുകളൊക്കെ ഇറങ്ങി നമ്മുടെ വീട്ടിൽ വന്ന് പറയുമ്പോൾ നമുക്ക് പലർക്കും അതിന് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിഞ്ഞ നാൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അമ്മച്ചി, ഞങ്ങൾ 7 മക്കളിൽ ഞാൻ 7ാമത്തെ ആളാണ്. അപ്പോൾ അമ്മച്ചിയുടെ പ്രായം ഏകദേശം ഊഹിക്കാമല്ലോ. എൻ്റെ നാട് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, എടാ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ യഹോവ സാക്ഷിക്കാരോ അങ്ങനെ ആരോ പലരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നല്ല കാര്യമല്ലേ, എന്തു പറഞ്ഞു? അപ്പോൾ അവർ പറഞ്ഞു ഒരു കാര്യം മാത്രം കുഞ്ഞെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താണത്? അവർ കുറേ നേരം നിന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്ത് കാര്യമാണ് അമ്മച്ചി പറഞ്ഞത്? അതായത് അങ്ങനെയൊന്നുമില്ല, അവർ പറഞ്ഞത് കുഞ്ഞെ ഇങ്ങനെ ഇനി വീണ്ടും പോയി കുളിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ പച്ചവെള്ളത്തിൽ കുളിക്കുകയല്ല, ഞാൻ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ അല്ലേ. ഇങ്ങനെ ഏതാണ്ട് ഈ പാവം അറിവുകേടുകൊണ്ടാണെങ്കിൽ ഇത് പറഞ്ഞപ്പോൾ അവർ എഴുന്നേറ്റ് പോയെന്നാണ് പറഞ്ഞു. അപ്പോൾ അമ്മച്ചീനെ കൊണ്ടുപോയി ഏതോ കുളത്തിൽ കൊണ്ട് കുളിപ്പിക്കാനൊക്കെയാണ് ഒരു പദ്ധതി ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മച്ചി പറഞ്ഞു ഞാൻ ചൂടുവെള്ളത്തിലേ കുളിക്കുകയുള്ളൂ, കുറേ വർഷമായി എനിക്ക് വെള്ളത്തിൽ ഏതാണ്ട് തലേന്ന് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അസ്വസ്ഥപ്പെട്ടപ്പോൾ അവർ എഴുന്നേറ്റ് പോയി. നിഷ്കളങ്കമായൊരു ഉത്തരമാണ്. പ്രിയപ്പെട്ടവർ, നമ്മൾ ചിന്തിക്കുക, നമ്മുടെയൊക്കെ വീട്ടിലും ചുറ്റുവട്ടത്തും എന്തോരം കാര്യങ്ങളാണ്, പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ പഠനങ്ങളുമായിട്ട് വരുമ്പോൾ നമുക്ക് ബൈബിളിനെ കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് അത് ശരിയാണെന്ന് കരുതിക്കൊണ്ട് അതിൻ്റെ പിന്നാലെ പോകും. അപകടമാണ്. ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഓർക്കണം, വചനം പറഞ്ഞുകൊണ്ട് ആരോടും തർക്കിക്കാൻ പോകരുത്. തർക്കത്തിനോ ചർച്ചയ്ക്കോ പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഹൗവ എന്ത് ചെയ്തെന്നറിയോ? സാത്താൻ്റെ മുമ്പിൽ, പിശാചിൻ്റെ മുമ്പിൽ ചർച്ചയ്ക്ക് പോയി. ഹൗവായുടെ മുമ്പിൽ സാത്താൻ സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട് പറഞ്ഞു, നീ ഈ പഴം ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഹൗവ പറഞ്ഞു കുഴപ്പമില്ലേ, അപ്പോൾ ദൈവം പറഞ്ഞിട്ടുണ്ടല്ലോ കഴിക്കരുതെന്ന്. ഒരു ചർച്ച നടത്തുകയാണ്. ചർച്ച നടത്തി അവസാനം എന്ത് സംഭവിച്ചു? സാത്താന് ഹൗവ കീഴടങ്ങി. ഹല്ലേലൂയ. അപ്പം ചർച്ചയ്ക്ക് പോകരുത്. ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ കരുത്താണെങ്കിൽ ഈ കരുത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവണം. വെറുതെ വഴി കണ്ടവരോട് മുമ്പിൽ നമ്മൾ ചർച്ച നടത്തി നമ്മുടെ വചനത്തെ നമ്മൾ നശിപ്പിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രലോഭനത്തിൻ്റെ സാധ്യതകളെ അതിലംഘിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് ഈശോ പറയുന്നു എന്താണ്? വചനത്തിൻ്റെ അഭിഷേകമാണ്. ഈശോ ഒന്നാമത്തെ പ്രലോഭനത്തിന് അപ്രകാരമാണ് അതിജീവിച്ചത്. രണ്ടാമതുള്ള പ്രലോഭനം എന്താണെന്നറിയോ? ഈശോയുടെ എന്താ പിശാച് പറഞ്ഞ് രണ്ടാമത്? എന്തോ? ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ നിന്ന് ചാടാനാ പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? ആത്മഹത്യ ചെയ്യാനാ പറഞ്ഞത് അല്ലേ. മോളിൽ നിന്ന് ഒരിട്ട് ചട്ടം ചടിക്കോളാൻ. പ്രിയപ്പെട്ടവരെ, സാത്താൻ പറയുന്നത് ആത്മഹത്യ ശ്രമപരമായിട്ടൊരു കാര്യമാണ്. ദേവാലയത്തിൻ്റെ അഗ്രത്തിൻ്റെ മോളിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, നീ മോളിൽ നിന്ന് താഴത്തേക്ക് ചാടിക്കോ, വചനം പറയുന്നുണ്ടല്ലോ നിന്നെ മാലാഖമാർ കൈകളിൽ താങ്ങിക്കൊള്ളും. അബദ്ധാണ്. കാരണം പ്രിയപ്പെട്ടവരെ, പിശാച് പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ പോയാൽ, ആത്മഹത്യാപരമായ കാര്യങ്ങൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും. ചിലർ വചനം വെച്ചിട്ട് അവർക്ക് തോന്നുന്ന വിധത്തിൽ വ്യാഖ്യാനിച്ച് അവർ അതിൽ തന്നെ സംതൃപ്തി കണ്ടെത്തുന്നവരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് രോഗം വന്നു. ചിലർ പറയുന്നു രോഗം വന്നു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ ഡോക്ടർമാരെ സൃഷ്ടിച്ചത് ദൈവമല്ലേ, മരുന്ന് സൃഷ്ടിച്ചത് ദൈവമല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? രോഗം വന്നപ്പോൾ ചികിത്സ നേടുക എന്നുള്ളതും ദൈവഹിതകരമായിട്ടുള്ളൊരു കാര്യമാണ്. ചിലർ വിചാരിക്കും ഇല്ല ഞാൻ ആശുപത്രി പോവില്ല, ഞാൻ പ്രാർത്ഥിച്ച് മാറ്റും. നല്ല കാര്യം, പക്ഷേ ബുദ്ധി ഉപയോഗിക്കണം. ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്ന അനന്തമായ സാധ്യതകളെ മനുഷ്യൻ കാണണം. ഇത് കാണാതെ ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പറയുന്ന വാക്ക് കേട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. ചെകുത്താനും വചനം വളച്ചൊടിച്ച് നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കും. ഹല്ലേലൂയ,
ഹാലേലുയ. അപ്പോൾ ഈശോ ഈ പിശാചിന്റെ മുമ്പിൽ രണ്ടാമത്തെ സാധ്യതയെ തകർത്ത് കളഞ്ഞത് എങ്ങനെയാണെന്നറിയാവോ? ഈശോ പിശാചിനോട് പറഞ്ഞു, എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനാണ്. നീ പറയുന്ന ഈ കാര്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. ഈശോ ആരാണെന്നുള്ള അറിവുണ്ടായിരുന്നു. ഒരു ദൈവമകനാണ്, ദൈവമകളാണെന്നുള്ള അറിവുണ്ടായിരുന്നത് കൊണ്ട് ഈശോയ്ക്ക് ചെകുത്താനെ തോൽപ്പിക്കാനുള്ള ശക്തി ഉണ്ടായിരുന്നു. ഹാലേലുയ. സ്വരത്തിൽ പറഞ്ഞ ഹാലേലുയ. മൂന്നാമത്തെ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന പ്രലോഭനം എന്ന് പറയുന്നത് എന്താണ്? നീ എൻ്റെ മുമ്പിൽ ഒന്ന് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിനക്കുള്ള ഈ ഭൂമി മുഴുവൻ, ഈ കാണുന്നതെല്ലാം നിനക്ക് തന്നേക്കാം. ലോകവും ലോകത്തിൻ്റെ സകല ആഡംബരങ്ങളും യേശുവിൻ്റെ മുമ്പിൽ ഒരു വാഗ്ദാനമായിട്ടൊരു പ്രോമിസ് പോലെ കൊണ്ട് കൊടുത്തിട്ട് ചെകുത്താൻ പറയുന്നു, നീ ഒന്ന് മുട്ടുമടക്കി കഴിഞ്ഞാൽ ഇതെല്ലാം നിനക്ക് തന്നേക്കാം, ഇതെല്ലാം നിനക്ക് തന്നേക്കാം. നമ്മുടെ നടുവൊന്ന് വളച്ചു കഴിഞ്ഞാൽ ചില സാധ്യതകൾ കിട്ടും. ലോകത്തിൻ്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ നടക്കരുത്. ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പണമാവാം, അല്ലേ? പണം സമ്പാദിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. ഇന്ന് ഇഷ്ടം പോലെ പുതിയ പുതിയ രീതികളുണ്ട്. മൊബൈൽ തട്ടിപ്പ്, ഇൻ്റർനെറ്റ് തട്ടിപ്പ്, ചുമ്മാ നടക്കുമ്പം തട്ടിപ്പ്, സകല വഴികളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് വളഞ്ഞ വഴികളാണ്. പണം സമ്പാദിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ വഴികളുണ്ട്. കൊന്നിട്ടാണെങ്കിലും പണം സമ്പാദിക്കാം. എന്താ അതിൻ്റെ അർത്ഥം എന്നറിയാവോ? നടുവ് വളച്ച് ദൈവവിചാരം നഷ്ടപ്പെടുത്തി തിന്മയ്ക്ക് മുമ്പിൽ ഒന്ന് നമ്മൾ കുനിഞ്ഞാൽ കുറേ ലോകത്തിൻ്റെതായ പ്രത്യേകതകൾ കിട്ടും. അതെല്ലാം അബദ്ധമായിട്ട് മാറും, അല്ലേ? നമുക്കറിയാമല്ലോ, പത്രങ്ങളിലൊക്കെ ഈ നാളുകൾ വന്നുകൊണ്ടിരിക്കുന്ന പലരും പ്രഗത്ഭരായിട്ടുണ്ടായിരുന്നവർ, മനുഷ്യരുടെ മുമ്പിൽ മാന്യനായിട്ട് നടന്നുകൊണ്ടിരുന്നവർ, അവർ കാണിച്ച ചില അബദ്ധങ്ങൾ എന്ത് സംഭവിച്ചു? ഇന്ന് പത്രങ്ങളൊക്കെ എടുത്ത് ആഘോഷിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ മുമ്പിൽ ഒന്ന് വളഞ്ഞ് ചില വളഞ്ഞ വഴികളിലൂടെ പോയി കഴിഞ്ഞപ്പോൾ ലോകത്തിലുള്ളവരൊക്കെ വിചാരിച്ച് കൊള്ളാം, നല്ല മനുഷ്യർ, ശ്രേഷ്ഠരായിട്ടുള്ളവർ. എന്നാൽ കാലം മനുഷ്യൻ്റെ മുമ്പിൽ തെളിയിച്ചു നന്മ എന്തെന്നും തിന്മ എന്തെന്നും. ലോകത്തിൻ്റെ ഒരു കാര്യവും നേടാൻ വേണ്ടി ആരും പിശാചിൻ്റെ മുമ്പിൽ മുട്ടുമടക്കരുത്. കൈക്കൂലി കൊടുക്കുന്നതൊട്ട്, നുണ പറയുന്നതൊട്ട് ജീവിതത്തിൻ്റെതായ തിന്മയുടെ ഒരു വഴികളിലേക്കും പോകരുതെന്നാണ് വചനം പഠിപ്പിക്കുക. അങ്ങനെ പോയാൽ ഈ നുണ പിന്നീട് സ്ഥാപിക്കാൻ വേണ്ടി 100,000 നുണ നമുക്ക് പറയേണ്ടി വരും. ഒരു നുണ പറഞ്ഞാൽ ആ നുണ സ്ഥാപിക്കാൻ വേണ്ടി 100,000 നുണ പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ നുണ പറഞ്ഞതുകൊണ്ട് നമ്മൾ അനേകർക്ക് അടിമപ്പെടുകയും ചെയ്യും. നുണ പറഞ്ഞതുകൊണ്ട് അനേകർക്ക് നമ്മൾ അടിമപ്പെടുകയും ചെയ്യും. ഹാലേലുയ, ഹാലേലുയ. അല്പം കൂടെ സ്വരമുയർത്തി പറഞ്ഞ ഹാലേലുയ, ഹാലേലുയ. പ്രിയപ്പെട്ടവരെ, വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ഒരു കാരണവശാലും, അതുകൊണ്ട് ഇതൊരു ഉപദേശമല്ല, മറിച്ച് തിരുവചനം പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, തിന്മയുടെ മുമ്പിൽ മുട്ടുമടക്കരുത്. അറ്റ് എനി കോസ്റ്റ്, നഷ്ടം എന്തു തന്നെ ഉണ്ടെങ്കിലും തിന്മയുടെ മുമ്പിൽ ഒരു കാരണവശാലും അഡ്ജസ്റ്റ്മെൻറ്റിന് പോവരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ദുഃഖിക്കേണ്ടി വരും. തൽക്കാലത്തേക്ക് ഒരു സന്തോഷം ഉണ്ടാവും, തൽക്കാലത്തേക്ക്. എന്നാൽ ഒരു കാരണവശാലും ഈ സന്തോഷം നിലനിൽക്കുകയില്ല. സ്വരമുയർത്തി ഹാലേലുയ, ഹാലേലുയ. അപ്പോൾ ഈശോ ഈ തിന്മയുടെ സാധ്യതകളെല്ലാം അതിജീവിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? ഈശോയുടെ ഉള്ളിൽ ഈശോ ആരാണെന്നുള്ള ഒരറിവുണ്ടായിരുന്നു. പിശാചിൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ ഒരു ദൈവമകനും ദൈവമകൾക്കും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ഞാൻ ആരാണെന്നുള്ള അറിവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ആർക്കാ പ്രലോഭനം ഉണ്ടാകുന്നത്? പ്രലോഭനത്തിന് സാധ്യത ഉള്ള വ്യക്തികൾക്ക് മാത്രമേ പ്രലോഭനം ഉണ്ടാവുകയുള്ളൂ. സ്വാതന്ത്ര്യം ഉള്ള സ്ഥലത്തെ പ്രലോഭനം ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ഫ്രീഡം വേണം, തിരഞ്ഞെടുക്കാനുള്ള ചോയ്സിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പ്രലോഭനം ഉണ്ടോ? മൃഗങ്ങൾക്ക് പ്രലോഭനം ഉണ്ടോ? പൂച്ച എലീനെ കണ്ടിട്ട് മാറിയിരുന്നുകൊണ്ട് നോമ്പുകാലാണ്, എലീനെന്നും പിടിക്കരുത്, അല്ലേ എന്ന് വല്ല പൂച്ചയും ചിന്തിക്കുവോ? ഇല്ല. പൂച്ചയ്ക്ക് എലീനെ കണ്ട പിടിക്കാതിരിക്കാൻ പറ്റിയല്ല. കാരണം അതിൻ്റെ ഉള്ളിലുള്ളൊരു വാസന അങ്ങനെയാണ്. അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുക. ആന കരിമ്പും കാട് കണ്ടു മാറിയിരിക്കുവോ? ഈസ്റ്റർ കഴിയട്ടെ, ഈസ്റ്ററിൻ്റെ അന്ന് തട്ടാം, അല്ലേ? അങ്ങനെ ഇരിക്കുവോ? ഇല്ല. മറിച്ച് എന്ത് ചെയ്യും? ആനയ്ക്ക് കരിമ്പും കാട് കണ്ടു കഴിഞ്ഞാൽ കയറി മെരുങ്ങി അതിൻ്റെ അകത്തൊന്നു തകർത്തെങ്കിലേ ആനയാകുകയുള്ളൂ. എല്ലാ ജീവികളും അവയുടെ വാസനകൾക്കനുസരിച്ചാണ് ജീവിക്കുക. എന്നാൽ മനുഷ്യനെന്ന് പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ്റെ ഉള്ളിൽ വിവേകം എന്ന് പറയുന്ന ഒന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ഈ വിവേകം ഉപയോഗിക്കുമ്പോഴാണ് മനുഷ്യനാവുന്നത്.
ചിലർ മനുഷ്യരും മൃഗമാകും. എപ്പോഴാണ് ഈ വിവേകം ഉപയോഗിക്കാതെ ചിലർ പറയല്ലേ, എനിക്കങ്ങനെ തോന്നി, എനിക്കിങ്ങനെ തോന്നി, ഞാൻ അങ്ങനെ ചെയ്തു. തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? തോന്നിയവാസി അല്ലേ? തോന്നലുകൾക്കനുസരിച്ച് ജീവിക്കുന്നവരെയാണ് തോന്നിയവാസി എന്ന് പറയുന്നത്. ചിലർ വീട്ടിൽ പറയില്ലേ, എടാ നീ എന്താ അങ്ങനെ ചെയ്തു, എനിക്കങ്ങനെ തോന്നി, അല്ലേ? തോന്നലുകൾക്കനുസരിച്ച് അല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. മൃഗങ്ങളാണ് വാസനകൾക്കനുസരിച്ച് ജീവിക്കുന്നത്. അവയ്ക്ക് തോന്നുന്നത് പോലെ, അവർക്ക് ചിന്തിക്കുന്നത് പോലെ അവർക്ക് നടക്കാം, ചെയ്യാം. എന്നാൽ നമ്മൾ മനുഷ്യൻ ചിന്തിക്കണം, ഇതിനെ ചെയ്യണോ ഇതിനെ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ഒരു വിവേചന വരം എല്ലാ മനുഷ്യർക്കും ദൈവത്തിൻ്റെ ആത്മാവ് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഇപ്രകാരം ദൈവത്തിൻ്റെ ആത്മാവ് ഒരു നന്മ ചെയ്യാനും തിന്മ ചെയ്യാനുമുള്ള ഒരു ചോയ്സ് എല്ലാ മനുഷ്യർക്കും പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുക്ക് നമ്മുടെ കയ്യിലാണ്. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ എന്നുള്ള തെരഞ്ഞെടുപ്പ് മനുഷ്യൻ്റെ കരങ്ങളിലാണ്. നിനക്ക് തീരുമാനിക്കാം. വചനം അങ്ങനെ അതുകൊണ്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓരോ വ്യക്തികൾക്കും അവർക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ചെയ്യാം. നന്മ ചെയ്യണോ തിന്മ ചെയ്യണോ? നന്മ ചെയ്തു കഴിഞ്ഞാൽ നന്മയിലൂടെ കടന്നു വരുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. തിന്മ ചെയ്തു കഴിഞ്ഞാൽ തിന്മയിലൂടെ കടന്നു വരുന്ന ദുഷ്ടാത്മാവും പ്രവർത്തിക്കും. അതിൻ്റെ അനന്തരഫലങ്ങൾ ആ വ്യക്തി അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും വിവേചന വരം, വിവേകം ദൈവത്തിൻ്റെ ആത്മാവ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ പ്രലോഭനം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ അനുദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നമുക്കവയെ നേരിടണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ആരാണെന്നുള്ള ഒരറിവുണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനം, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 1:12 ഒന്ന് വായിക്കാവോ? യോഹന്നാന്റെ സുവിശേഷം 1:12. നമ്മൾ ആരാണെന്ന് കൃത്യം വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ടവരെ, തിരുവചനം പഠിപ്പിക്കുന്നു, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവർക്കെല്ലാം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രിവിലേജാണ് ദൈവ മക്കളുടെ സ്വാതന്ത്ര്യം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ഗോഡ് ചിൽഡ്രൻ ആണ് നമ്മൾ. നമ്മുടെയൊക്കെ അപ്പൻ എന്ന് പറയുന്നത് ആരാണ്? ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ ആരാണപ്പോ? നമ്മൾ ആരാണ്? പറയീ. ദൈവമക്കൾ അല്ലേ? പിശാചിന്റെ മക്കളല്ല, മറിച്ച് ആരുടെ മക്കളാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. നമുക്കൊരപ്പൻ ഈ ഭൂമിയിലുണ്ട്. നമ്മളെയൊക്കെ സൃഷ്ടിച്ചത് ഈ ഭൂമിയിൽ നിരാശയും ദുഃഖതവും കൊണ്ട് ജീവിക്കാനല്ല, മറിച്ച് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ അപ്പന് നമ്മളെക്കുറിച്ച് കൃത്യം വ്യക്തമായ ഒരു ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്, ഇല്ലേ? എല്ലാ മക്കൾക്കും അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടല്ല നാട്ടിലൊക്കെ ഇപ്പോഴും ചിലരൊക്കെ വഴക്കിട്ടുകൊണ്ട് ഇവിടെ വന്നൊക്കെ താമസിക്കുന്നത്, അല്ലേ? 5 സെൻറ്റ് സ്ഥലം കിട്ടിയത് പോരാ, വീട് എനിക്ക് കിട്ടിയില്ല, മൂത്തവന് കൊടുത്തു, ആ സൈഡ് ഇങ്ങോട്ട് കിട്ടിയിരുന്ന റോഡ് സൈഡ് ഇങ്ങനെ വേണമായിരുന്നു, എന്തോരം കാര്യങ്ങളാ. പ്രിയപ്പെട്ടവരെ, അപ്പൻ്റെ സ്വത്തിൽ വഴക്കിട്ട് നടക്കുന്നവർ ഇവിടെയെങ്ങും അല്ല, ദൂരെ പലരും ഉണ്ട്. കാരണം എന്താണെന്നറിയാവോ? അപ്പൻ്റെ സ്വത്തിൽ അവകാശം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നു. അപ്പൻ്റെ സ്വത്തിൽ അവകാശമുണ്ടെങ്കിൽ, നമ്മുടെ അപ്പൻ എന്ന് പറയുന്ന ദൈവമാണെങ്കിൽ, ഈ ദൈവം ഒരുക്കിയിട്ടുള്ള അനന്തമായിട്ടുള്ള സ്നേഹത്തിൽ നമുക്കും അവകാശമുണ്ട്. നമ്മുടെ അപ്പൻ എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനായ വ്യക്തിയല്ല, മറിച്ച് ഈ സർവ്വപ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാണ് നമ്മുടെ അപ്പൻ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചവനാണ് നമ്മുടെ അപ്പൻ. അങ്ങനെയെങ്കിൽ നമ്മുടെ അപ്പൻ ഒരുക്കുന്ന സ്നേഹത്തിൻ്റെ കൃപ, അതിൽ നമുക്കൊക്കെ പങ്കാളിത്തമുണ്ട്. നമ്മുടെ അപ്പൻ നൽകുന്ന സമാധാനവും സന്തോഷവും സ്വീകരിക്കാനുള്ള കൃപയും അഭിഷേകവും നമുക്കുണ്ട്. അത് ഉപയോഗിക്കാതെ വരുമ്പോഴാണ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അറിവ് നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുന്നത്. സ്വരമുയർത്തി എന്ന് പറയാവോ? ഹല്ലേലൂയ. അല്പം കൂടെ സ്വരമുയർത്തിക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ, പാപത്തെ അതിജീവിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഉള്ളിൽ വേണ്ട അറിവെന്ന് പറഞ്ഞാൽ, ഞാൻ ആരാണ്? ഞാൻ നിസ്സാരക്കാരനായ മനുഷ്യനല്ല. ഈശോയ്ക്ക് ആ അറിവുണ്ടായിരുന്നു. ഞാൻ ഈ ഭൂമിയിൽ വന്നത് ഈ ചെകുത്താൻ്റെ മുമ്പിലെ ചില വാക്കുകൾ കണ്ടിട്ട് ഈ അപ്പം തിന്ന് ജീവിക്കാനല്ല, മറിച്ച് ഇതിനപ്പുറം ചില കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. ഈശോയുടെ ഉള്ളിൽ തൻ്റെ ദൗത്യത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായിരുന്നു. എല്ലാ പ്രലോഭനങ്ങളും ഉണ്ടാകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, എല്ലാ പ്രലോഭനത്തിനും 2 സാധ്യതകളുണ്ട്. 2 സാധ്യത. ഒന്ന്, പുറമേ നിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും എല്ലാ പ്രലോഭനങ്ങൾക്കും.
പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും അതുപോലെ ഒരു സാധ്യതയുണ്ടാവും, തിന്മയുടെ ഒരു സാധ്യത. രണ്ടാമത് നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു സാധ്യതയുണ്ടാവും. അല്ലേ? നമ്മൾ ചിന്തിച്ച് നോക്കണം. നമ്മളാണ് തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. പുറമേ നിന്നുള്ള പാപത്തിൻ്റെ പ്രലോഭനം ഇതെന്നും ഉണ്ടാവും, ഒരു കാരണവശാലും നിൽക്കത്തില്ല. ലോകം എപ്പോഴും പാപത്തിലേക്കുള്ളൊരു ചായ്ച്ചലോടുകൂടിയാണ് നിൽക്കുക. ലോകം അതുപോലെ പാപത്തിൻ്റെ ചായ്ച്ചലുകൾ എപ്പോഴും നമുക്ക് സമ്മാനിക്കും. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സാധ്യതകൾ എന്നും ഇങ്ങനെ നിൽക്കും. പാപം ചെയ്യാനുള്ള ഒരു സാധ്യത എപ്പോഴും ലോകം ഇങ്ങനെ സമ്മാനിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ പാപത്തിനുള്ള ഒരു വാസന ലോകത്തിന് പുറമേ നിന്ന് ഒരു പ്രഷർ ഓട്ടോമാറ്റിക്കലി ഉണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. ഇനി രണ്ടാമത്തെ പ്രലോഭനത്തിൻ്റെ ഉള്ളിലുള്ളൊരു സാധ്യതയാണ്. ഇനി അത് വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. ഈ ചെരുപ്പ് വേണോ, ഈ തുണി വേണോ, ഈ കണ്ണട വേണോ, മേടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള താല്പര്യം. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം. നിങ്ങൾ ഷോപ്പിംഗ് മാളിൽ ചെല്ലുന്നു, നിങ്ങൾ ഏതെങ്കിലും കടയിലൂടെ പോകുന്നു, ഇതെല്ലാം കണ്ടിട്ട് കൊള്ളാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും മേടിക്കാതെ പോരുന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അല്ലേ? ഇതെല്ലാം കൊള്ളാം, ഇതൊന്നും എനിക്ക് വേണ്ട. പ്രിയപ്പെട്ടവർ, പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, കയ്യിൽ പൈസ ഇരിക്കുമ്പോഴും ഇതൊന്നും മേടിക്കാതെ ഇതിൻ്റെ നടുവിലൂടെ നടന്നു പോരാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ ഫ്രീഡം എന്ന് പറയുന്നത്. എന്താ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അർത്ഥം? ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെ ചിന്ത തോന്നിയതുപോലെ ചെയ്യാം, ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇഷ്ടമുള്ളതുപോലെ ചെയ്യാനുള്ളതല്ല സ്വാതന്ത്ര്യം. എന്നാൽ ഫ്രീഡത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മ ചെയ്യാനുള്ള സാധ്യതയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. നന്മ ചെയ്യാനുള്ള താല്പര്യം, നന്മ ചെയ്യാനുള്ള സാധ്യത. സാധാരണഗതിയിൽ ഫിലോസഫിയിലൊക്കെ പറയുന്നുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രീഡത്തിൻ്റെ കൺസെപ്റ്റ് അടങ്ങിയിരിക്കുന്നത് ഞാനിങ്ങനെ വിരൽ ചൂണ്ടുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ മൂക്കെ തൊടാൻ എനിക്ക് അനുവാദമില്ല, മൂക്കിൻ്റെ അടുക്ക വരെ എത്താം. അത്രയേ ഉള്ളൂ സ്വാതന്ത്ര്യം. തൊട്ടാ അടിമേടിക്കും, ഉറപ്പാ അല്ലേ? അതോടുകൂടി എൻ്റെ സ്വാതന്ത്ര്യം തീർന്നു, ഞാൻ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു. എൻ്റെ സ്വാതന്ത്ര്യം അവസാനിക്കുന്നത് നിങ്ങളുടെ മൂക്കെ തൊടാനുള്ള ഒരു സ്ഥലത്താണ്. ഹല്ലേലൂയ. ഹാലേലുയ. പ്രിയപ്പെട്ടവരപ്പോൾ ഈ സ്വാതന്ത്ര്യം, ഫ്രീഡം എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കണം. ചുറ്റുവട്ടത്തുള്ള സ്വാതന്ത്ര്യം, ചുറ്റുവട്ടത്തുള്ള സാധ്യതകളെ കണ്ടിട്ട് നന്നായിട്ട് അതിൻ്റെ നടുവിലൂടെ നടന്നു പോകാൻ നിനക്ക് പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ കൃപ. എൻ്റെ പേര് ജിബോയ് എബ്രഹാം. ഞാൻ അമ്പർനാഥിൽ നിന്ന് വരുന്നു. കഴിഞ്ഞ 7 വർഷമായിട്ട് കാലിൽ മുട്ടിൽ ഒരു തളർച്ച പോലെയും വേദന പോലെയായിരുന്നു. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2007 കാലഘട്ടത്തിൽ അൺകൺട്രോൾ ഡയബറ്റിക് മുഖാന്തരം ഈ ഒരു രോഗം മുഖാന്തരം ഇവിടെ വന്നതാണ്. ഞാൻ 2 പ്രാവശ്യം ധ്യാനം കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷം ഒരു പ്രാവശ്യം പോലും എനിക്ക് മുട്ടുകുത്താനോ നിലത്തിരിക്കാനോ പറ്റിയിട്ടില്ല. ദൈവത്തിൻ്റെ കരുണയാൽ, ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇപ്രാവശ്യം നിലത്തിരിക്കുന്നതിനും, ഇന്നലെ വൈകുന്നേരം പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു, ഒരു കാലിന് തളർച്ച പോലെയും മുട്ടിൻ്റെ വേദനയുള്ള ഒരാളെ കാലിൽ ദൈവം സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ മൊമെൻറ്റിൽ പെട്ടെന്ന് എനിക്ക് പെട്ടെന്നൊരു ഷോക്ക് കടന്നു പോകുന്ന പോലെ തോന്നി. അതിനുശേഷം ഞാൻ ഡാൻസ് ചെയ്യുകയായിരുന്നു 2 കാലും എടുത്ത്. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ കാലാണ്. നല്ല കയ്യടി തമ്പുരാൻ കർത്താവിന് കൊടുക്കുക. സൗഖ്യം കിട്ടും. നന്ദി യേശുവേ, സ്തോത്രം. എൻ്റെ പേര് ഗ്രേസി. ഞാൻ മീര റോഡിൽ നിന്ന് വരുന്നു. ഇവിടെ താബോർ ആശ്രമത്തിൽ ആദ്യമായിട്ടാണ് ധ്യാനം കൂടുന്നത്. വന്നപ്പോൾ കുറേയേറെ വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇന്നലത്തെ ആന്തരിക സൗഖ്യ പ്രാർത്ഥനയിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള അച്ഛൻ പറഞ്ഞപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം മാറി നല്ല സമാധാനവും സന്തോഷവും കിട്ടി എനിക്ക്. പിന്നെ എനിക്ക് കോണിപ്പടി കയറാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഓടിക്കയറാനായിട്ടും ഇറങ്ങാനായിട്ടും സാധിക്കുന്നുണ്ട്. നല്ല കയ്യടി തമ്പുരാൻ കർത്താവിന് കൊടുക്കാം. ഈശോ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ലിസി. ഞാൻ ഇവിടെ അടുത്ത അമ്പർനാഥിൽ നിന്നാണ് വരുന്നത്. എനിക്ക് 2005 മുതൽ പൾമണറി ഫൈബ്രോസിസ് ആയിരുന്നു. അതായത് ലങ്സിൻ്റെ ഔട്ടർ കവർ ചുരുങ്ങിയിട്ട് ശ്വാസം എനിക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സ്റ്റെപ്സ് കയറില്ല. ഇച്ചിരി ഹൈറ്റായിട്ടുള്ളിടത്തൊന്നും മീൻസ് കയറാൻ മേല. പാൽപിറ്റേഷൻ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷന്, പിന്നെ ചെസ്റ്റ് പെയിൻ, ഇങ്ങനെ ഒത്തിരി അസുഖങ്ങളുണ്ടായിരുന്നു. എനിക്ക് ആരാധനയുടെ സമയത്ത് മുട്ടുകുത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം പിന്നെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ട്, നട്ടെല്ലിന് ബലക്ഷയം. അപ്പം ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. എനിക്ക് ആരാധനയുടെ സമയത്ത് മുട്ടുകുത്താൻ പറ്റാത്തതിൽ എനിക്ക്
ഒത്തിരി വിഷമമുണ്ട്. കാരണം നടുക്ക് വന്ന് നിൽക്കാൻ പറ്റുകയില്ല, ഞാൻ എപ്പോഴും ബാക്കിലേക്ക് പോകും. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റില്ലല്ലോ, അവർക്കത് പ്രെയർ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചേച്ചി പുറത്തുനിന്ന് തട്ടി ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് ഇരിക്കാനൊരു ബുദ്ധിമുട്ട്, ഞാൻ പിന്നെ ചേറയിലങ്ങ് ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ മുന്നിൽ വന്നിരുന്നു. എൻ്റെ കൂടെ അമർനാഥി എന്നുള്ളൊരു ചേച്ചിയുണ്ട്, പുള്ളിയെ പിടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്, എങ്കിലും മുട്ടുകുത്തിയിരുന്നു. ഞാൻ എന്നിട്ട് തമ്പുരാനോട് വിളിച്ചു, എനിക്ക് തമ്പുരാൻ്റെ മുന്നിലെങ്കിലും മുട്ടുകുത്താനായിട്ടുള്ള ഒരു അവസരം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ഇന്നലെയും ഇന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ മുട്ടുകുത്താനായിട്ട് എനിക്ക് സൗഖ്യം ആ വേദന മാറി. തമ്പുരാനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇരുരക്തമൊഴുക്കണമേ, അഭിഷേകം ചെയ്തിടണേ.